പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ വിദേശ താരങ്ങളുടെ കാര്യമെല്ലാം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഈ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ വിദേശ സൈനിങ്സും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമായിരുന്നു ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ താരങ്ങളെ സംബന്ധിച്ച് ഇത്രയധികം ഡിലേ വരുന്നത് അവരുടെ കരിയറിനെ തന്നെ ബാധിക്കും. അങ്ങനെ പതുക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മിക്ക വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടു പോകാൻ തുടങ്ങിയിരുന്നു. ലൂണയും അതുപോലെ തന്നെ നോവ സദാവിയും ലോൺ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ക്ലബ്ബിലേക്ക് പോയിരിക്കുന്നത്. ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 5 വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട്. നോവ സദാവിക്ക് ഈ ഒരു വർഷം കൂടി മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്ട് ഉള്ളത്. ഈ ഒരു സീസണിൽ താരം ഇന്തോനേഷ്യൻ ക്ലബ്ബിന് വേണ്ടി കളിച്ചേക്കും. അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസ്, തിയാഗോ ആൽവസ് എന്നീ താരങ്ങളെല്ലാം നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ടീമിൽ അവശേഷിച്ചിരുന്ന 2 വിദേശ താരങ്ങൾ മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അത് ഡുസൻ ലഗാറ്റോറും അതുപോലെ തന്നെ കോൾഡോ ഒബീറ്റയുമായിരുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അവശേഷിച്ചിരുന്ന ഈ 2 വിദേശ താരങ്ങൾ കൂടി ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഡുസൻ ലഗാറ്റോറും കോൾഡോ ഒബീറ്റയും പരസ്പര ധാരണയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയിരിക്കുകയാണ്. ഈ 2 താരങ്ങളും ക്ലബ്ബ് വിട്ടു പോയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നായിരുന്നു പുറത്തുവിട്ടിരുന്നത്. നമുക്കറിയാം ISL 2025-26 സീസൺ ഈ വരുന്ന ഫെബ്രുവരി 14 ആരംഭിക്കാനായിട്ട് പോകുന്നത്. പിന്നെ വരാനിരിക്കുന്ന ഈ ഒരു സീസണിൽ വിദേശ താരങ്ങൾ ഇല്ലാതെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കുക എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ട്. ടീമിലുണ്ടായിരുന്ന എല്ലാ വിദേശ താരങ്ങളും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.